നമ്മളെ മലയാളികളിലെ സ്കൂളുകളിൽ ആദ്യം പഠിപ്പിക്കേണ്ട സ്കിൽ എന്താണെന്നറിയോ? ട്രാവൽ എറ്റിക്കറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എറ്റിക്കറ്റ്സ്. എൻ്റെ പടച്ചോനെ, ഈ അടുത്ത് ഞങ്ങൾ ബിസിനസ് ഇമ്മർഷൻ നടന്നുകൊണ്ടിരിക്കുക മൂന്നാറിൽ മൗണ്ടൻ ക്ലബ്ബിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു എന്താണ് പറയുക, ഒരു ട്രാവൽ കമ്പനിയുടെ മാനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്, 150 ആളുടെ ട്രെയിനിങ് വന്നു. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഈ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാഞ്ചിൻ്റെ മാനേജേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ ഭക്ഷണത്തിൻ്റെ സമയത്ത് അവരെല്ലാവരും കൂടി വന്നിട്ട് പ്ലേറ്റ് എടുക്കുന്നു, അതിൽ കൈയിട്ട് വാരുന്നു, എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ചിക്കൻ്റെ കഷ്ണം എടുക്കുന്നു, ടേസ്റ്റ് നോക്കുന്നു, വീണ്ടും ആ കൈ കൊണ്ട് വീണ്ടും അടുത്ത കൈയിട്ട് വരുന്നു. എന്നിട്ട് ഭക്ഷണം എടുത്തവന്, അതായത് ലൈനും ഇല്ല, തിരക്കും, എന്തോ നമ്മളെല്ലാവരും കൂടി ഇത് തീർക്കുമോ എന്നുള്ളൊരു പേടിയില്ല മാതിരി ആകെ കുന്തും തിരക്കും. എന്നിട്ട് അവിടെ തന്നെ നിന്ന് തിന്ന വേഗം ചോറ്, പരിപ്പ്, കോഴി, മറ്റേ കൊച്ചിനീഫ് തിന്ന മാതിരി ഭയങ്കര വേഗം തിന്ന അങ്ങോട്ട് ആ വൃത്തിയില്ലാത്ത കൈയും ആ വൃത്തിയില്ലാത്ത പ്ലേറ്റും ആയിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോവാം. എന്നിട്ട് വീണ്ടും അതിന് കൈയിട്ടോ കൈയിടാതെയോ എടുക്കുക. ആകെ ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ബുഫെ ആകെ ചരപ്പരായി. ഒരു എന്തായാലും പറയുക, അത്യാവശ്യം വിദ്യാഭ്യാസവും ഡിഗ്രിയും PG ഒക്കെ ഉള്ള ആളുകളാണ്. ഓരോ ബ്രാഞ്ചിൽ 10, 20, 30 സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ എറ്റിക്കറ്റ്സിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ അൽമാട്ടിയിലേക്ക് നമ്മൾ ട്രാവൽ ആൻഡ് ഗ്രോയിൽ ട്രാവൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പറയും, ഇന്ത്യൻസ് ആണെങ്കിൽ നിങ്ങൾ $100 ഡിപ്പോസിറ്റ് വെക്കണം. കാരണം അവർ ചിലപ്പോൾ ടവൽ കട്ടുകൊണ്ട് പോകുന്നുണ്ട്. അതല്ലെങ്കിൽ അവിടുന്ന് എന്താണ് പറയുക, ഒരുക്കുണ്ട് ശ്രീലങ്കയിൽ 2 ബ്രേക്ക്ഫാസ്റ്റ്, ഒന്ന് യൂറോപ്യൻസ് അതർ നാഷണാലിറ്റീസ്, ഒന്ന് ഇന്ത്യൻസ്. അപ്പോൾ ഇതെന്താ ഇന്ത്യൻസ് ഭയങ്കര ആകെ നാറി ഇന്ത്യൻസ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർ ഒരു എറ്റിക്കറ്റ്സ് ഇല്ല. പിന്നെ എന്തിനു പറയാം, ഈ കൈയിട്ട് ഭക്ഷണം വാരും, അവിടെ നിന്ന് തന്നെ തിന്നും. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അതുകൊണ്ട് യൂറോപ്യൻസ് ഇത് കണ്ടിട്ട് എന്താണ് പറയുക, അവർക്ക് ഭക്ഷണം കഴിക്കാൻ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻസിനും അതല്ലെങ്കിൽ മറ്റ് നാഷണാലിറ്റീസിനൊക്കെ വേറെയും ഇന്ത്യൻസിന് വേറെയും. ഒരിക്കലും റിസപ്ഷനിൽ ഒരു ഇവിടുന്ന് തായ്ലൻഡിൽ നിന്ന് ഒരു റിസപ്ഷനിൽ നിന്നുണ്ട് ഭയങ്കര കച്ചറ. ഒരു ഇന്ത്യൻസിൻ്റെ ബാഗൊക്കെ പൊളിച്ച് അതിൽ നിന്ന് പിന്നെ അയാളുടെ പെട്ടി ചെക്ക് ചെയ്യാണ്. അപ്പോൾ പെട്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒന്ന് ആ ഹോട്ടൽ റൂമിലുണ്ടായിരുന്ന ഒരു ഫ്രെയിം, അതുപോലെ ഹോട്ടൽ റൂമിലുണ്ടായിരുന്ന മറ്റേ ടവല്, ഇതൊക്കെ ഈ ചങ്ങായി പെട്ടിയിൽ പാക്ക് ചെയ്തിട്ട് പോവാണ്. എന്നിട്ട് പോലീസിനെ വിളിച്ച് ആകെ ഭാര്യൻ്റെയും കുട്ടിൻ്റെയും മുമ്പിൽ ആകെ നാട്ടിച്ച്. ഒരു തായ്ലൻഡിൽ പോകാൻ കഴിവുള്ളാണെങ്കിൽ ഒരു എന്താണ് പറയുക, ടവലും ഒരു ഫ്രെയിമും വാങ്ങാനുള്ള പൈസ എടുത്തുണ്ടാവുമല്ലോ. ഇതൊരു ഹാബിറ്റാണ്. അതേമാതിരി സ്വിമ്മിങ് പൂളിൽ വന്നിട്ട് കുളിക്കൂല്ല, ആ ഒരു ലുങ്കിൻ ബനിയനോട്ടിട്ട് ചാടും ചെയ്യും. ചിലപ്പോൾ കാണാൻ പല്ല് വെക്കുന്നത് ചില ഐറ്റങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ബക്കത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആ സ്വിമ്മിംഗ് പൂളിൽ മുക്കിയിട്ട് പല്ല് വെച്ചിട്ട് അവിടെ തന്നെ തുപ്പുക. അതായത് എവിടെയൊക്കെയോ ശ്രീലങ്കയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വി ഡോണ്ട് സെർവ് ഇന്ത്യൻസ്. അങ്ങനെ ഒരു ട്രാവൽ കൊട്ടേഷൻ എടുക്കുമ്പോൾ ഇന്ത്യൻസിന് സെർവ് ചെയ്യില്ല, അതല്ലെങ്കിൽ ഇന്ത്യൻസിന് വേറെ ലൈനാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ, ഇന്ത്യൻസ് ആണെങ്കിൽ ഡിപ്പോസിറ്റ് വേണം എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാതെ കയറുന്നത്, സിഗരറ്റ് വലിച്ചിടുന്നത്, സ്വിമ്മിംഗ് പൂളിൽ സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ കുറ്റിയിട്ടിട്ട് ജോർജിയെന്ന് ഭയങ്കര കച്ചറയിൽ സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി സ്വിമ്മിംഗ് പൂളിലിട്ട് ഭയങ്കര കച്ചറ. അതേപോലെ ടോയ്ലറ്റിൽ ഫ്ലഷ് അടിക്കാതെ പോവുക, പബ്ലിക് ടോയ്ലറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ. നിന്ന് ബുഫേ തിന്നുക, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ബേസിക്കലി നമ്മുടെ ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കും എല്ലാവർക്കും സമഗ്രമായി സമൂഹത്തിൽ പഠിപ്പിക്കേണ്ട ഒരു സ്കില്ലാണ്, ഒരു നാഷണൽ പ്രൈഡിൻ്റെ ഭാഗമാണ് ആക്ച്വലി അത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഭാഗമാണ് ട്രാവൽ എറ്റിക്കറ്റ്സ് പഠിക്കുക. കാരണം ഇന്ന് ലോകത്ത് ട്രാവൽ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം, മേ ബി ഒരു 20% മേലെ ശതമാനം ട്രാവലേഴ്സ് ഇന്ത്യക്കാരാണ്. പക്ഷേ എറ്റിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇച്ചിരി മോശമാണ്.